10 വർഷം മുമ്പ് കണ്ണൂർ എയർപോർട്ട് സാധ്യമായി. പക്ഷെ ഇന്ന് ആ എയർപോർട്ട് നമ്മൾ പോയി കാണുമ്പോൾ അതിൻ്റെ അവസ്ഥ മോശമാണെന്ന് തന്നെ പറയേണ്ടി വരും. ഏത് തലത്തിൽ അത് ഉയരേണ്ടതുണ്ടോ ആ തലത്തിൽ അത് ഉയരുവാൻ അത് സാധിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാം, എൻ്റെ ഫാദർ CM ആയിരുന്ന സമയത്താണ് കണ്ണൂർ എയർപോർട്ട്, കൊച്ചി മെട്രോ, അതുപോലെ തന്നെ വിഴിഞ്ഞം പോർട്ടൊക്കെ സാധ്യമാക്കിയത്. ഞാനിന്നും ഓർക്കുന്നു, വിഴിഞ്ഞം പോർട്ട് തറക്കല്ലിട്ട് അദ്ദേഹം തിരിച്ചു വരുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വലത്ത് വശത്തിരിക്കുമ്പോൾ ഞാൻ കണ്ട കാഴ്ച, അദ്ദേഹത്തെ കനികൊടി കാണിക്കുവാൻ ചില പാർട്ടിക്കാർ വന്നതൊക്കെ എൻ്റെ മനസ്സിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കൊച്ചി മെട്രോ അത് തറക്കല്ലിടാൻ വന്ന പ്രധാനമന്ത്രിക്ക് 2012 അദ്ദേഹത്തെയും ഹർത്താൽ കൊടുത്താണ് സ്വീകരിച്ചത് നമ്മൾ, അല്ലാതെ അദ്ദേഹത്തെ ഭൂമത്തെ വരിച്ചല്ല സ്വീകരിച്ചത്. നമ്മുടെ സംസ്ഥാനത്തിന് അങ്ങനെ ഒരു കൾച്ചറൽ ചേഞ്ച് അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ചിൻ്റെ കൂടി ആവശ്യമുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ കണ്ണൂർ എയർപോർട്ട്. 10 വർഷം മുമ്പ് കണ്ണൂർ എയർപോർട്ട് സാധ്യമായി. പക്ഷെ ഇന്ന് ആ എയർപോർട്ട് നമ്മൾ പോയി കാണുമ്പോൾ അതിൻ്റെ അവസ്ഥ മോശമാണെന്ന് തന്നെ പറയേണ്ടി വരും. ഏത് തലത്തിൽ അത് ഉയരേണ്ടതുണ്ടോ ആ തലത്തിൽ അത് ഉയരുവാൻ അത് സാധിച്ചിട്ടില്ല. തീർച്ചയായിട്ടും അതിനെയും കൂടി അങ്ങനെ കൊണ്ടുവരുവാൻ നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പം ഇങ്ങനെയുള്ള വികസന പദ്ധതികൾ നടപ്പിലാക്കുക എന്നുള്ളത് നമ്മുടെ നാടിൻ്റെ അനിവാര്യതയാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊരു കാലത്ത് നമ്മൾ ഹൈവേ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ കേരളം 2ആയി പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ആ വികസനത്തെ തടുത്തതും നമുക്ക് മറക്കാൻ പറ്റുന്ന ഒരു കാലമല്ല. അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോകേണ്ടത്, നമുക്ക് വിഴിഞ്ഞത്തെ അടിസ്ഥാനമാക്കി നമ്മളിപ്പോഴും അവിടെ റെയിൽ റോഡ് കണക്ടിവിറ്റി ഇല്ല. റെയിൽ റോഡ് കണക്ടിവിറ്റി ഇല്ലാതെ തന്നെ ഇത്രയധികം ഷിപ്സ് വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് വിഴിഞ്ഞം. ഒരു ഡ്രഡ്ജിങ് ഇല്ലാതെ, ഒരു ഡ്രഡ്ജിങ്ങിൻ്റെ ആവശ്യമില്ലാതെ നാച്ചുറൽ ഡെപ്തിൽ വരുന്ന ഒരു പോർട്ടാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ട്. അപ്പോൾ റെയിൽ റോഡ് കണക്ടിവിറ്റി കൂടെ ആയിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഭാവി, രാജ്യത്തിൻ്റെ ഭാവി തന്നെ മാറ്റുവാൻ ശേഷിയുള്ള, കരുത്തുള്ള ആ പോർട്ടിനെ ഉപയോഗിച്ച് നമ്മുടെ നാടിനെ വളർത്തുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ നാടിനെ മറ്റൊരു സിംഗപ്പൂറാക്കി മാറ്റുവാൻ സാധിക്കും. സിംഗപ്പൂരിന് ശരിക്കും പറഞ്ഞാൽ ധാതു സമ്പത്തില്ല, അവർക്ക് കാര്യമായിട്ടുള്ള ടൂറിസം ഫെസിലിറ്റി ഒന്നുമില്ല. അവർക്ക് ചെറിയൊരു നഗരം, ആ നഗരം ഇന്ന് ലോകത്തിൻ്റെ തന്നെ നെറുകയിലെത്തിയതിൻ്റെ കാരണം ഒരു പോർട്ടും അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു ലീഡർഷിപ്പ്, ഡിസൈസീവായിട്ട് സിംഗപ്പൂരിനെ മാറ്റണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്ന ലീഡർഷിപ്പ്, ലീ ക്വാൻ യീ എന്ന് പറയുന്ന ഒരു വിഷണറി ആയിട്ടുള്ള ലീഡറും അദ്ദേഹത്തിൻ്റെ ഡിസിപ്ലിനുള്ള ഒരു പ്രവർത്തനം കൊണ്ടാണ് സിംഗപ്പൂർ വളർന്നതെങ്കിൽ നമുക്കും അതേപോലെ വളരാൻ സാധിക്കും. നമ്മുടെ ആൾക്കാർ ലോകത്തെമ്പാടും പോയി അമേരിക്കയെ മാറ്റുന്നു, ഇംഗ്ലണ്ടിനെ മാറ്റുന്നു, യൂറോപ്പിനെ മാറ്റുന്നു, ഓസ്ട്രേലിയയെ മാറ്റുന്നു. ഇപ്പോൾ നമുക്കറിയാം, സഞ്ജു സാംസൺ എന്ന് പറയുന്ന നമ്മുടെ ചെറുപ്പക്കാരൻ ലോകത്തിന് നിറവേ നമ്മുടെ നാടിനെ എത്തിച്ചു. അപ്പോൾ നമുക്കിനി അതുപോലത്തെ ചെറുപ്പക്കാർ ഇവിടെ തന്നെ നിന്നുകൊണ്ട് കേരളത്തെയും ഇന്ത്യയും മേളിലെത്തിക്കുവാനുള്ള ശ്രമം, അതല്ലാതെ മറ്റുള്ള രാജ്യങ്ങൾക്ക് പ്രയത്നം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അവിടെ മാത്രം ആവരുത്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യക്കാരൻ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു, ഇന്ത്യൻ നാഷണൽ ആന്തം കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറയുന്ന കാഴ്ച. ന്യൂസിലൻഡിന് വേണ്ടി കളിക്കുന്ന ഒരു ഇന്ത്യക്കാരനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറയുന്ന കാഴ്ച കണ്ടു. അപ്പോൾ നമ്മുടെ ഒത്തിരി ആൾക്കാർ ഈ രാജ്യം വിട്ടും നമ്മുടെ സംസ്കാരം വിട്ടും മഹത്തായ സംസ്കാരത്തെ വിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. നമുക്കവരെ ഇനി എല്ലാവരും വരുമോയെന്നറിയില്ല, പക്ഷെ അവരെയൊക്കെ ഉപയോഗിക്കാം നമ്മുടെ നാടിൻ്റെ വികസനത്തിന്, വളർച്ചയ്ക്ക്. നമ്മുടെ നാടിൻ്റെ പൊട്ടൻഷ്യൽ വെച്ച് യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സിലാണ് പല കാര്യങ്ങളും, നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ ഹെൽത്തും നമ്മുടെ പല മേഖലയിലും യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സാണ്. പക്ഷേ നമ്മുടെ ജോലിയുടെ മേഖലയിൽ നമുക്ക് യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. നമുക്ക് എക്സ്പ്ലോയിറ്റേഷൻ അനുവദിക്കാൻ പറ്റത്തില്ല. ഒരു ക്യാപിറ്റലിസ്റ്റ് കൾച്ചറൽ ഒരു പ്രശ്നം പറഞ്ഞാൽ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്. ആ എക്സ്പ്ലോയിറ്റേഷൻ അനുവദിക്കാതെ തന്നെ ഡെവലപ്മെൻറ്റിനോടനുബന്ധിച്ച് നടക്കുന്നുള്ള മുന്നേറ്റവും നടത്തുവാൻ കേരളത്തിന് സാധിക്കണം. തീർച്ചയായിട്ടും കേരളത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ, കാരണം അത്രയ്ക്ക് പൊട്ടൻഷ്യലുള്ള സ്ഥലമാണ്. ഇപ്പം നമുക്ക് മെഡിക്കൽ ടൂറിസം ഉണ്ട്, നമുക്ക് അതുപോലെ തന്നെ ടൂറിസ്റ്റ് സൈറ്റ്സ് ഉണ്ട്, ആയുർവേദമുണ്ട്, നമുക്ക് യോഗയുണ്ട്. അങ്ങനെയുള്ള ഒത്തിരി പൊട്ടൻഷ്യലുള്ള ഒരു സ്റ്റേറ്റിൽ നമുക്ക് ആ പൊട്ടൻഷ്യൽ ഉപയോഗിച്ച്, അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് സ്പോർട്സ്. ഞാനിന്ന് സ്പോർട്സ് MLA ആയതിനു ശേഷം ആദ്യം ചെയ്തൊരു കാര്യം ഒരു സ്പോർട്സിൻ്റെ ടർഫ് ഇവിടെ ചെയ്യുന്നതാണ്. കുരപ്പടം എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ ഫാദറിൻ്റെ പേരിൽ ഞാൻ ടർഫ് തുടങ്ങി. അത് കാരണം ഡ്രഗ്സിനെതിരെയുള്ള പോരാട്ടമാണ്. ഡ്രഗ്സിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തുടങ്ങിയ ഒരു പദ്ധതിയാണ്. അതാണ് ഫസ്റ്റ് പദ്ധതിയായിട്ട് ഞാൻ നടപ്പിലാക്കി എൻ്റെ ഫൗണ്ടേഷൻ്റെ. അപ്പം അങ്ങനെ ഡ്രഗ്സിനെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ 10 വർഷം മുമ്പ് ഇത്രയും പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഓരോ സ്കൂളിലും ഡ്രഗ്സ് കിട്ടുകയാണ്. നമ്മുടെ കുട്ടികൾ നമ്മുടെ കയ്യിൽ നിൽക്കാതെ അവരുടേതായ ബുദ്ധിമുട്ടുകളിലേക്ക് പോവുകയാണ്. അപ്പം സ്പോർട്സ് is a clear way of dealing with drugs. Sports is a clear way of fighting എന്താ പറയുക, ഓൾ ദ നെഗറ്റീവ്സ് ഓഫ് കേരള ഒരു വിധത്തിൽ പറഞ്ഞാൽ. അപ്പോൾ സ്പോർട്സിനെ ഉപയോഗിച്ച് നമ്മുടെ ചെറുപ്പക്കാരെ പുതിയൊരു മാർഗത്തിലേക്ക് എത്തിക്കുവാൻ ഉള്ള ശ്രമം നടത്തണം. ആ ശ്രമമാണ് ഇപ്പോൾ MLA നിലയ്ക്ക് എനിക്ക് ചെയ്യാവുന്ന വിധം ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇനി ഉള്ള കാലത്ത് നമുക്ക് വേണ്ടത് നമ്മുടെ ചെറുപ്പക്കാർ ഇവിടെ നിൽക്കുകയാണ്. വിദേശത്തേക്ക് പോകുന്നതിന് കുഴപ്പമില്ല, പക്ഷേ
നല്ല അവസരമാണെങ്കിൽ, നല്ല ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ മാത്രം നമ്മൾ പോകാവുള്ളൂ. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പില്ല. ഉറപ്പുണ്ടെങ്കിൽ പോവുക, പക്ഷെ ഉറപ്പില്ലാത്ത ഒരു അവസരത്തിനോ തൊഴിലവസരത്തിനോ വിദ്യാഭ്യാസ അവസരത്തിനോ പോകരുത്. കാരണം അവസാനം നമ്മൾ കബളിക്കപ്പെടും. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ വായ്പ എടുത്തിട്ടാണ് പോകുന്നത്. അവിടെ നിൽക്കണം, പിന്നെ വേറെ വായ്പ വേണം. പോകാൻ വായ്പ, നിൽക്കാൻ വായ്പ, ഇങ്ങോട്ട് വരാൻ മേല, അവിടെ നിൽക്കാനും മേല. അവിടെയില്ല ഇവിടെ ഇല്ലാത്തൊരു സാഹചര്യമാണ് പലർക്കും. അപ്പോൾ എൻ്റെ അടുത്ത് കാനഡയിൽ നിന്ന് ഒരു സഹപ്രവർത്തകൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി ആൾക്കാരോട് പറയണം ഇങ്ങോട്ട് വരരുത്. കാരണം അവിടെ ഒരു പോയിന്റ് കഴിഞ്ഞാൽ അത് ബ്രിമ്മിലേക്ക് എത്തിക്കഴിഞ്ഞു, ഒരു എന്താ പറയുക, കൊലാപ്സിങ് പോയിൻ്റായിട്ട് തീരും. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് വളരെ ആലോചിച്ചിട്ട് മാത്രമേ. വിദേശം എന്ന് കേട്ടാൽ നമ്മൾ ഒത്തിരി പേര് പറ്റിക്കപ്പെടുന്നുണ്ട്. എൻ്റെ അടുത്ത് ഒത്തിരി പേര് വന്ന് അവരെ ട്രാവൽ ഏജൻസി പൈസ കളിപ്പിച്ചു, പൈസ കൊണ്ടുപോയി എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അതുകൊണ്ട് വളരെ കെയർഫുള്ളായി ചിന്തിച്ചിട്ട് മാത്രമേ പോകാവുള്ളൂ. വിദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിയാടി പോകുന്നത് അത് ബുദ്ധിയായിരിക്കത്തില്ല. ഇവിടെ തന്നെ അവസരങ്ങളുണ്ട്. ഞാൻ MLA ആയിട്ടൊരു ഉദ്ഘാടനത്തിന് പോയപ്പോൾ ആ ഉദ്ഘാടനത്തിൽ 22ാമത്തെ ഗാരേജിൻ്റെ ഉദ്ഘാടനമാണ്. അപ്പം ഞാൻ ഇച്ചിരി ധൃതിയുള്ള ദിവസമായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു ആ എൻ്റർപ്രൈനർ സംസാരിച്ചോട്ടെ, ആ പയ്യൻ സംസാരിച്ചോട്ടെ എന്ന് പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണ്. ഫസ്റ്റ് ഗാരേജ് തുടങ്ങിയപ്പോൾ പേരൻസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു, പക്ഷെ അവർ അനുവദിച്ചു. കടമെടുത്തിട്ട് അവൻ ചെയ്തു. 22 ഗാരേജ് അവൻ പൂർത്തിയാക്കി. ഓർത്ത് നോക്കണം, കേരളത്തിലാണ് 1 തുടങ്ങി ഒരു ചെറുപ്പക്കാരൻ 22 എത്തിയെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തുമാത്രം അവസരങ്ങളുണ്ട്. കൃഷിയിലേക്കുള്ള അവസരങ്ങൾ അത് നമുക്ക് മറക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇഷ്ടംപോലെ കൂണ്. ഞാൻ പുതുപ്പള്ളിയിലൊരു സ്ഥലത്ത് പ്രചരണത്തിനായി ചെന്നപ്പോഴത്തേക്ക് ഞാൻ കണ്ടത് കൂണ്, ഒരു മുറി നിറച്ച് കൂണാണ്. കൃഷിക്ക് നല്ല അവസരങ്ങളുണ്ട്. അത് കൂണായിക്കോട്ടെ, അല്ലെങ്കിൽ റബ്ബർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ തരത്തിലുള്ള വിള ആയിക്കോട്ടെ, നമ്മൾ ശ്രമിച്ചാൽ, നമ്മൾ എഫേർട്ട് എടുത്താൽ നമുക്ക് റിസൾട്ട് കിട്ടും. ഇന്ന് മാത്രമല്ല, നമുക്കിത് എല്ലാ അത്യാധുനിക ഫെസിലിറ്റീസും ഉണ്ട്. നമുക്കിപ്പം വീട്ടിൽ തന്നെ ഇതിന് നിൽക്കണമെന്നില്ല. നമുക്ക് നമ്മുടെ ജോലിക്ക് പോയാലും ശരി, നമുക്ക് അത് ഏറ്റവും മോഡേൺ എക്യുപ്മെൻസിലൂടെ അതിനെ നമുക്ക് നോക്കാനും അതിനെ പരിപാലിക്കാനുള്ളൊക്കെ അവസരം, വെള്ളം കൊടുക്കുന്ന ഉൾപ്പെടെ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇന്ന് ചെറുപ്പക്കാർ വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെയുള്ള ഓപ്ഷൻസ് കൂടെ ട്രൈ ചെയ്യുക, ഇവിടെയുള്ള അവസരങ്ങൾ ട്രൈ ചെയ്യുക. കാരണം നമ്മുടെ വിദേശത്ത് നിന്ന് കൾച്ചറൽ മാറിക്കൊണ്ടിരിക്കുക. ഇന്ന് ട്രംപ് ആദ്യം ചെയ്തത് ഇന്ത്യക്കാരെ കയ്യാമം വെച്ച് തിരിച്ചുവിടുക ചെയ്തത്. നമ്മുടെ രാജ്യം അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. നമ്മൾ വന്നവരൊക്കെ സ്വീകരിക്കുമ്പോൾ അങ്ങനെ രാജ്യത്തിൻ്റെ അവസ്ഥ അതാണ്. അപ്പോൾ ഇതേപോലുള്ള വ്യക്തികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് അധികാരത്തിൽ വരികയാണ്. ഇതേപോലത്തെ മൂവ്മെൻറ്റ്സ് ഇംഗ്ലണ്ടിൽ, സ്പെയിനിൽ, യൂറോപ്പിൽ നാട്ടുകാർക്ക് വേണ്ടിയുള്ള, അതല്ലെങ്കിൽ നമ്മളിന്ന് കൂടുതൽ നമ്മൾ എന്താ പറയുക, സെൽഫ് ഓറിയൻറ്റഡ് ആണല്ലോ. അപ്പോൾ ആ രാജ്യത്തെക്കുറിച്ച് മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ വിദേശികൾ വേണ്ട എന്നുള്ള നിലപാടിലേക്ക് വരുന്നു. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് എന്നും വിദേശത്ത് പോകുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അത് വളരെ റെയറായിരിക്കാം. മാത്രമല്ല, ഇപ്പോൾ യുദ്ധം നടക്കുകയാണ്, ഇറാനിലെ യുദ്ധം. നമ്മുടെ നാട്ടിലാണ് ഇതിൻ്റെ റിവബ്രേഷൻസ്. അവിടെ ബോംബ് വീഴുന്നുണ്ടെങ്കിലും നമ്മുടെ വീടുകളിലാണ് അതിൻ്റെ ടെൻഷൻ മൊത്തം നിലനിൽക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഫാക്ടേഴ്സും കൂടെ കരുതിക്കൊണ്ട് നമുക്കിനി നമ്മുടെ നാടിനെ ഡെവലപ്പ് ചെയ്യാൻ എന്ത് ചെയ്യാൻ സാധിക്കും, നമ്മുടെ നാട്ടിൽ വികസനം എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും. നമ്മുടെ അപ്രോച്ച് മാറണം. അപ്രോച്ച് മാറി, പല കാര്യങ്ങളും മാറിയിട്ടുണ്ട്. അതിപ്പം ഈ ഒരു ഗവൺമെൻറ്റൽ ചേഞ്ച് ഉണ്ടായാലും ആ അപ്രോച്ച് മാറരുത്. നമ്മുടെ നാടിനെ സംബന്ധിച്ച് മുന്നോട്ടുള്ള യാത്രയാണ് നമുക്കിനി വേണ്ടത്. നമ്മുടെ വികസനമാണ് നമ്മൾ ഉറപ്പാക്കേണ്ടത്. നമ്മുടെ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടുന്നതാണ്, ഇവർക്ക് തലയുയർത്തി ജീവിക്കാൻ പറ്റുന്നത്. മാത്രമല്ല, എല്ലാ ജോബ്സും അതിൻ്റെ റെസ്പെക്റ്റ് ഉണ്ട്. ഏറ്റവും ചെറിയ ജോബായാലും ചിലപ്പോൾ നമ്മൾ ദുബായി പോയി ചെയ്യും, പക്ഷെ ഇവിടെ ചെയ്യുമ്പോൾ നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റിനൊരു അങ്ങനെ ചിന്ത വേണ്ട. ഏറ്റവും ചെറിയ ജോലി പോലും നമ്മുടെ റെസ്പെക്റ്റ് കൂട്ടുന്നതാണ്. കാരണം ആ ജോലി ചെയ്യാനുള്ള ആളല്ലേ ഇദ്ദേഹം, വേറെ ആളില്ല. അപ്പോൾ ആ പകരക്കാരനായി വേറെ ആളില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാല്യൂ എന്താ? അപ്പോൾ ആ വാല്യൂ തിരിച്ചറിയുക. ഒപ്പം നമ്മുടെ സബ്ജക്ട്സിനുള്ള വാല്യൂ. ഞാൻ എക്കണോമിക്സിൽ പഠിക്കാൻ ഇവിടെ യുവാനസിൽ ചെന്നപ്പോൾ അതിന് ഏറ്റവും എന്താ പറയുക, വിദ്യാർത്ഥികൾ ഏറ്റവും മോശം വിദ്യാർത്ഥികളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേ കാര്യം ഞാൻ ഡൽഹി ചെന്നപ്പോഴത്തേക്ക് ഏറ്റവും മികച്ച വിദ്യാർത്ഥികളാണ് അവിടെ എക്കണോമിക്സ് പഠിക്കുന്നത്. ഇപ്പോൾ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് നോക്കൂ, അപ്രോച്ച് നോക്കൂ. അവിടെ എൻ്റെ കൂട്ടത്തിൽ പഠിച്ചൊരു പയ്യൻ പിന്നെ UN ഇപ്പോൾ വർക്ക് ചെയ്യുകയാണ്. ടാൻസാനിയയുടെ പ്രസിഡന്റ് കൂട്ടത്തിലുണ്ടായിരുന്നു. എക്കണോമിക്സ് പഠിച്ച ഒരാളുടെ കാര്യം പറയുന്നത്. അദ്ദേഹം എയിംസിൽ റാങ്ക് ഫസ്റ്റ് കിട്ടിയ ആളാണ്, പക്ഷെ അത് വിട്ടിട്ടാണ് എക്കണോമിക്സിന് വന്നത്. ഇവിടെ അതാണ് അപ്രോച്ച്. എക്കണോമിക്സിന് നമ്മൾ ഏറ്റവും ലീസ്റ്റ് വാല്യൂ കൊടുക്കുന്നു. അപ്പം ചില കാര്യങ്ങൾ നമ്മുടെ ചേഞ്ച് മൈൻഡ് സെറ്റ് വേണം. എഞ്ചിനീയറിങ്ങും മെഡിക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആർട്സും. സയൻസ് ഇമ്പോർട്ടൻ്റ് ആയതുപോലെ തന്നെയാണ് ആർട്സും ഇമ്പോർട്ടൻ്റ്. ഹിസ്റ്ററി ഇമ്പോർട്ടൻ്റ് ആണ്, പൊളിറ്റിക്കൽ സയൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, പോൾ സയൻസും അതുപോലെ MSW ഇമ്പോർട്ടൻ്റ് ആണ്, സോഷ്യൽ വർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ അപ്രോച്ചിൽ നമ്മുടെ എന്താണ് ടേസ്റ്റ് നോക്കി, നമ്മളതിൻ്റെ ഇൻട്രസ്റ്റ് എന്താ നോക്കി, ആ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമ്മുടെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ചെറുപ്പക്കാർ ഇവിടെ നിൽക്കുന്നത് ഒന്നുകൂടെ റീകൺസിഡർ ചെയ്യണം. ഇവിടെ അവസരങ്ങളുണ്ട്, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അവസരങ്ങളുണ്ട്.
അതുകൂടി ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും കേരളവും ഇന്ത്യയും മറ്റൊരു ലെവലിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും.